റാസൽ കൈബേൻ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കുംഫു പഞ്ചാണ് കേട്ടോ. അപ്പോൾ ഈ കുംഫു പഞ്ച് ഇതേ പൊസിഷനിലാണ് വരിക. ഈ പൊസിഷനിൽ വരുന്നത് നമ്മളെ കുംഫുവിൻ്റെ ഫൈറ്റിംഗ് പഞ്ചാണ് ഇത് കേട്ടോ. പഞ്ച് ഇതേ പൊസിഷനിലാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഈ പഞ്ച് സാധാരണ പഞ്ച് പോലെയല്ല. ഈ കുംഫു പഞ്ച് കുറച്ച് ഡിഫറെൻ്റ്, ഇത് കുറച്ച് സ്ട്രോങ് ആണ്. ഈ പഞ്ച് നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഹാൻഡ് ഫൈറ്റ് ആ സമയത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പഞ്ച് ഇതേ പൊസിഷനിൽ ഒരു ചക്രം കറങ്ങുന്ന ഒരു രീതിയിൽ വരും. അപ്പോൾ ഈ പഞ്ച് നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നത് ബിഗിനേഴ്സിനുള്ള ഒരു ട്രെയിനിങ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു കുംഫു ഡ്രാഗൺ പഞ്ചാണ്. അപ്പോൾ ആദ്യം നമ്മൾ വാമപ്പ് ചെയ്യുക. അപ്പോൾ ഹാൻഡൊക്കെ ലൂസാക്കുക, അതായത് നെക്കുകളും ഹാൻഡുകളും ഫുൾ ബോഡി എല്ലാം ലൂസ് ചെയ്യുക, അതായത് ഫുൾ സ്ട്രെച്ച് ചെയ്യുക, നീ റൊട്ടേറ്റ് ചെയ്യുക, ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ സ്ട്രെച്ചിങ്ങളും ചെയ്തതിന് ശേഷം നമ്മൾ പഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പവർ കിട്ടും. അപ്പോൾ ഈ കുംഫുവിൻ്റെ ഈ ഡ്രാഗൺ പഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ ഹാൻഡും സ്ട്രെയിറ്റ് ആയിട്ട് പഞ്ച് ചെയ്യുന്നത്. ഇതിൻ്റെ ഹാൻഡ് നമ്മൾ ട്വിസ്റ്റ് ചെയ്യാണ്ട് സെയിം പൊസിഷനിൽ തന്നെ ഹാൻഡ് നമ്മൾ പഞ്ച് ചെയ്യുന്നതാണ് കുംഫുവിൻ്റെ പഞ്ചിൻ്റെ ഒരു പൊസിഷൻ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ബോക്സിങ് പഞ്ചാണെങ്കിൽ നമ്മൾ ടേൺ ചെയ്തിട്ട് പഞ്ച് ചെയ്യുക, കണ്ട ഇത് ഡയറക്റ്റ് പഞ്ച് ചെയ്യും ചെസ്റ്റിലേക്ക്. അപ്പോൾ പവർ കൂടുതലാണ് ഈ കുംഫുവിൻ്റെ പഞ്ചിന്. പ്രത്യേക ടൈപ്പ് പഞ്ചാണ്, അതായത് വിൻചൻ കുംഫു അതുമാതിരി ഒരുപാട് കുംഫുകളുണ്ട്. ആ കുംഫുകളെല്ലാം ഈ പഞ്ചുകളാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഷാവലിൻ കുംഫു നമ്മുടെ ബോക്സിംഗ് പഞ്ചും ഫോളോ ചെയ്യും, കുംഫു പഞ്ചും ഫോളോ ചെയ്യും. നമ്മൾ ഫോർവേഡ് സ്റ്റാൻസ് ചെയ്തിട്ട് ഇതേ പഞ്ച് ചെയ്യുക ട്വിസ്റ്റ് ചെയ്തിട്ട്. ഇതാണ് ഇതിൻ്റെ ബേസിക് സ്റ്റെപ്പ്. ബേസിക് സ്റ്റെപ്പ് നമ്മൾ ബോഡി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഫോർവേഡ് സ്റ്റാൻസിൽ അമർന്നിരുന്ന് പഞ്ച് ചെയ്യുന്നതാണ്, സ്ട്രെയിറ്റ് പഞ്ച് ചെയ്താണ് പൊസിഷൻ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ശരി സോളാർ ഫ്ലെക്സിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് ഈ പഞ്ച്. അപ്പോൾ ഭയങ്കര പവറാണ്. രണ്ട് സൈഡിലേക്കും ബോഡി ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ പഞ്ചിന് ഒരു ഇടിവെട്ട് പവറായിരിക്കും. കണ്ട മൂവ് ഫോർവേഡാണ് അടുത്ത പഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഹാൻഡ് വർക്കൗട്ട് എല്ലാം സോളാർ ഫ്ലെക്സിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഫേസിലേക്കുള്ള പഞ്ചല്ല, ഇത് സോളാർ ഫ്ലെക്സിലേക്കാണ്. അത് നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചെസ്റ്റ് ലെവല് ഹാർട്ടിൻ്റെ ആ ഭാഗത്തേക്കുള്ള പഞ്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ പഞ്ചിൻ്റെ സ്പീഡും